അവര് വരും വർക്കിച്ച. നീ ഒന്ന് സമാധാനിക്ക്. വാ. ആരും നോക്കിയേ. അവരെത്താറായ? അവര് ഉച്ചയ്ക്ക് മുന്നേ വരും. അവരെത്തിയാ? എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കാലായിണ്ട്. ഇതൊന്ന് നോക്കിയേ. എന്താ മൂത്തൊരു സന്തോഷമില്ലാത്ത? അവർ കുറേ ദൂരം എന്നല്ല വരണേ. ഒന്ന് സമാധാനമായിട്ടിരിക്കേ. അവർ ഉച്ചയ്ക്ക് മുന്നേ എത്തും. എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ കാത്തിരിപ്പ് വലിയൊരു സങ്കടം തന്നെ എൻ്റെ പൊന്നൂസേ. ഒന്നോർത്താ എന്നേക്കാൾ ഭാഗ്യം നിങ്ങൾക്കാ. അതെന്തു ഭാഗ്യ വർക്കിച്ചാ നമുക്ക്? ആരെയും കാത്തിരിക്കണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ സങ്കടമില്ല. കാത്തിരിക്കാൻ ഒരാളുണ്ടാവാന്ന് വെച്ചാ അതൊരു സങ്കടമല്ല, അതൊരു ഭാഗ്യ വർക്കിച്ച. ആയിരിക്കൂ. അതങ്ങോട്ട് ഇരുന്നു. സാംകുട്ടി ഇരിക്കേ. അവിടെ വെച്ച് അവിടെ ഇരിക്കേ. വർക്കിയ അവര് എത്തിട്ടോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, കുറച്ച് നിർബന്ധിച്ചാണെങ്കിലും മോളിനെ കൂടെ കൊണ്ടുവരായിരുന്നു. കൊറേ നാളായി മോളിനെ കണ്ടിട്ട്. അപ്പാപ്പന്റെ മോള് വന്നു. എന്റെ പൊന്നോളെ കണ്ടിട്ട് നാളെ എത്രയെന്നറിയോ? മോളിയായിട്ടിപ്പോ എങ്ങനെയാ? പപ്പ മമ്മീനെ ഒരുപാട് നിർബന്ധിച്ചതാ. മമ്മി വരില്ല പാപ്പ. ഏയ്, ആര് വന്നില്ലെങ്കിലും എന്റെ മോള് വന്നില്ലേ, അത് മതി അപ്പാപ്പന്. മോളിയുടെ കയ്യും പിടിച്ച് സാംകുട്ടി വീട്ടിൽ വന്ന് കയറുമ്പോ മറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. വെറ്റിയിലൊരു കുരിശും വലിച്ച് അകത്തേക്ക് കയറ്റി. തുടങ്ങി അപ്പാപ്പ. നിർത്തി അപ്പാപ്പ, നിർത്തി. മോളിക്കുട്ടിയുടെ വിശേഷം എന്തൊക്കെയാ? അവള് വലിയ ഫാഷൻ ഡിസൈനറല്ലേ, എപ്പോഴും തിരക്ക് തന്നെ. ഒരർത്ഥത്തിൽ ഇവിടെയാ സുഖം. സാംകുട്ടി പറഞ്ഞത് ശരിയാ. ഇവിടെ ഞങ്ങൾക്ക് ഒന്നിനൊരു കുറവില്ല. ഉണ്ണാനും ഉടുക്കാനും സന്തോഷത്തിനും ഒന്നിനും ഒരു കുറവില്ല. അല്ല, ബാബു സാറും ജോയിയൊക്കെ എവിടെ? പള്ളിയിലുണ്ട്. അച്ഛൻ കാണണമെന്ന് പറഞ്ഞപ്പോ അവര് പോയിരിക്കുക. വരാറായിട്ടുണ്ട്. പൊന്നൂസേ, എത്തി. നാൻസ് മോളെവിടെ? ജാൻസ് മോള പപ്പന്റെ മുറിയിലുണ്ട്.
അല്ല ജാൻസി മോളൊന്നും തന്നെ കൊണ്ടുണ്ടോ? ഞാൻ നാൻസി മോളെ കൊണ്ടാക്കി രാത്രി തന്നെ തിരിക്കും. വീട്ടിലാൾ വേണ്ടേ? മോളി ഒരാഴ്ചയായിട്ട് ഡൽഹിയിലാ, അവിടെയാ പ്രോഗ്രാം. ഇപ്പോഴത്തെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാ, അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക തന്നെ. എന്താ ചെയ്യാ? ഒരു കുഴപ്പമില്ല. എന്റെ ഗ്രാൻഡ് പാ ഇപ്പോഴും നല്ല ഉഷാറല്ലേ. മോളിന്ന് ഇനി തിരിച്ചു പോണേ? ഇവിടുന്ന് നേരെ ഹോസ്റ്റലിലേക്ക്. 2 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാ ഗ്രാൻഡ് പേടെ മോള് ഒരു ഡോക്ടറാണ്. എന്റെ മാറാവേ. ഇതാ ആ ഒന്ന് പള്ളി വരെ പോയതാ. പള്ളി പണി നടക്കല്ലേ, അച്ഛനെ ഒന്ന് കാണാൻ. ഞങ്ങൾ എപ്പോ എത്തിയുള്ളൂ? ഒരു 5 മിനിറ്റ്. ആ നാൻസി മോളാകെ ക്ഷീണിച്ചൂലോ. ഓ ആ അത് ഞങ്ങളുടെ ഹോസ്റ്റൽ ഫുഡിന്റെ രഹസ്യ. ഫാറ്റ് ഫ്രീ ഫുഡാണേ. എന്നാ ഇവിടത്തെ ഫുഡിന്റെ രഹസ്യം പുന്നൂസിന്റെ കൈപ്പുണ്യ അല്ല പുന്നൂസേ? എല്ലാം റെഡിയല്ലേ? കൈ കഴുകിയിരുന്നാ മതി, എല്ലാം റെഡി. എന്നാവാ, ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാ. ഇനി ബാബു സാറെന്നാ തിരിച്ച്? ഞാൻ മറ്റന്നാ പോവും. കെട്ടിടത്തിന്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് സോളമനും ജോയില്ലേ, അവര് നോക്കട്ടെ. അല്ല, സോളമൻ ചേട്ടന്റെ കല്യാണ കാര്യം എന്തായി? പെണ്ണ് കിട്ടണ്ടേ മോളെ, നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെയാ. ഡോക്ടറോ നേഴ്സോ ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ റെഡിയാ. ഡോക്ടറായ കുഴപ്പമില്ല, നമുക്കൊരു ക്ലിനിക്ക് ഇടാലോ. ഞാൻ നോക്കട്ടെ. എന്റെ അപ്പാപ്പനെ പൊന്നുപോലെ നോക്കണ ചേട്ടന്മാരല്ലേ, ഞാൻ നോക്കാം. ഇപ്പോ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ചെയ്യണുള്ളൂ. കൂട്ടത്തിലൊരു ചാപ്പലും കൂടി. അതിനൊക്കെയാ പള്ളിയിൽ അച്ഛനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? ഏയ് അച്ഛന് കുഴപ്പമൊന്നുമില്ല. നടക്കുമോളെ. എല്ലാ ദിവസവും ഹോസ്പിറ്റലും തെരുവിലുമായി 19 പേർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പുറത്താണ് പാക്കിങ്. സാമനറിയാലോ, ഇതൊരു വൃദ്ധസദനാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. 2 വയസ്സിൽ അപ്പനെ നഷ്ടപ്പെട്ടവനാ ഞാൻ. ആ അപ്പൻ്റെ സ്നേഹ ഇവരെല്ലാവരും തന്നുകൊണ്ടിരിക്കണേ. നല്ല മനസ്സുള്ളവരെ ദൈവം എന്നും കാണും. കുറെ പണം ഉണ്ടായിട്ട് എന്താ കാര്യം? കരുണയുള്ള മനസ്സ് വേണം. നിങ്ങളുടെ പ്രതിഫലം ദൈവം തന്നെയാണ്. സാഹോദര്യം മുട്ടിട്ടാൽ സുന്ദരം ശൈശവം, വിവാഹാനന്തരം വിരകം ചിലർക്കെങ്കിലും സാഹോദര്യം. സാഹോദര്യം മുട്ടിട്ടാൽ സുന്ദരം ശൈശവം, വിവാഹാനന്തരം വിരകം ചിലർക്കെങ്കിലും സാഹോദര്യം. താങ്ങിത്തുണച്ചവൻ താഴത്തു വെച്ചു ജീവനെടുത്തു മറ്റൊരു സൃഷ്ടിക്കായി. താങ്ങിത്തുണച്ചവൻ താഴത്തു വെച്ചു മറ്റൊരു സൃഷ്ടിക്കായി. താങ്ങിത്തുണച്ചവൻ താഴത്തു വെച്ചു ജീവനെടുത്തു മറ്റൊരു സൃഷ്ടിക്കായി. ഓരിറ്റു വെള്ളം തൊണ്ടയിൽ വീണാൽ കൃപ മറക്കും മനുഷ്യരല്ലോ. സാഹോദര്യം
മുട്ടിട്ടാൽ സുന്ദരം ശൈശവം, വിവാഹാനന്തരം വിരഹം, ചിലർക്കെങ്കിലും സാഹോദര്യം. വിവാഹാനന്തരം വിരഹം. നിങ്ങളൊക്കെ വരുമ്പോ വലിയ സന്തോഷ. കണ്ടില്ലേ പാട്ടും മേളവും. തിരിച്ചു പോയി കഴിഞ്ഞാ പിന്നെ കുറച്ചു ദിവസത്തേക്ക് ആകൊരു സങ്കട എല്ലാവർക്കും. തൊണ്ടയിൽ വീണാൽ കൃപാമറക്കും മനുഷ്യരല്ലോ, താങ്ങിത്തുണച്ചവൻ താഴത്തു വെച്ചു ജീവനെടുത്തു മറ്റൊരു സൃഷ്ടിക്കായി, മറ്റൊരു സൃഷ്ടിക്കായി. എത്ര സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ സുഖസൗകര്യവും ഉണ്ടായാലും വീട്ടിൽ നിന്ന് അവഗണിക്കപ്പെട്ടവൻ്റെ വേദന അത് നെഞ്ചിലൊരു പടച്ചില മാറില്ല. ഒന്നല്ല, ഒരുപാട് അപ്പച്ചന്മാരുടെ മകനാ നിങ്ങൾ. പുണ്യം. അടുത്തത് മോളൊരു പാട്ട്. ആ അതെ, മോള് പാട്ട് പാടണം. ആ പാടണം 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 പാടണം. പാടിക്കോ പാടിക്കോ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ എൻ്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരും നിന്നെ രക്ഷിക്കാനുള്ളൂ. നന്നായിട്ട് നന്നായിട്ട്. എന്താ പറ്റി? എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടപ്പാ, നേരം കുറേ. മോളിയോട് വഴക്കിനൊന്നും പോണ്ട, എനിക്കിവിടെ നല്ല സുഖ. എൻ്റെ മോൻ്റെ കണ്ണ് നിറയാണ്ടിരുന്നാ മതി. അപ്പാപ്പാ, ഞാനും പോവാം. പോട്ടെ പാപ്പാ. ഇതേ എന്റെ എല്ലാ പാപ്പയ്ക്കും മറ്റേ